രാമക്ഷേത്ര സംഭാവനകളിൽ ക്രമക്കേട് നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച് ഉദ്ധവ് താക്കറെ. അതേസമയം ശിവസേന UBTയിൽ നിന്ന് കൂടുതൽ MLAമാരും MP മാരും ഏക്നാഥ് ഷിൻഡെ പക്ഷത്തേക്ക് നീങ്ങുമെന്ന അഭ്യൂഹങ്ങളും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. BJP ഹിന്ദുക്കളെ വഞ്ചിച്ചുവെന്നും അയോധ്യയിലെ രാമക്ഷേത്രത്തിനായി ലഭിച്ച സംഭാവനകളിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നുമാണ് ശിവസേന UBT അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുടെ ആരോപണം. माता राम मंदिराची जी काय लूट चालले मंदिर वही बनाएंगे कशासाठी लूटने के लिए. രാമക്ഷേത്ര നിർമ്മാണത്തിനായി ശിവസേന നൽകിയ വെള്ളി ഇഷ്ടികകൾ കാണാതായെന്നും ട്രസ്റ്റ് നൽകിയ 1 കോടി രൂപ സംഭാവനയുടെ രസീത് പോലും ലഭിച്ചിട്ടില്ലെന്നും ഉദ്ധവ് താക്കറെ ആരോപിച്ചു. യഥാർത്ഥ ഹിന്ദുത്വം മനുഷ്യത്വമാണ് പഠിപ്പിക്കുന്നതെന്നും ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ഹിന്ദുത്വത്തെ അംഗീകരിക്കാനാവില്ലെന്നും താക്കറെ പറഞ്ഞു. രാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തതും ക്ഷേത്രത്തിലെ സംഭാവനകൾ കൈകാര്യം ചെയ്തിരുന്ന 8 പേർ അറസ്റ്റിലായതും വിവാദത്തിന് കൂടുതൽ രാഷ്ട്രീയമാനം നൽകി. മഹാരാഷ്ട്രയിൽ നടന്നത് ഓപ്പറേഷൻ ടൈഗർ അല്ലെന്നും അതിന്റെ യഥാർത്ഥ സൂത്രധാരൻ ദേവേന്ദ്ര ഫട്നാവിസ് ആണെന്നും താക്കറെ ആരോപിച്ചു. पण मला अशी शंका वाटते की हे जे म्हणतात ना ऑपरेशन काय टायगर, अरे टायगर वरती कोण ऑपरेशन करू शकत नाही. एक पंजा मारला ना तुमचं सगळे आतडी बाहेर येतील. हे ऑपरेशन टायगर नाहीये. मला शंका येते ऑपरेशन देवेंद्र आहे. അതേസമയം ശിവസേന UBT വിട്ട് 14 മുതൽ 16 MLAമാരും 1ലധികം MP മാരും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. അടുത്തിടെ 6 ലോക്സഭാ MP മാർ ഷിൻഡെ പക്ഷത്തേക്ക് ചേർന്നതിന് പിന്നാലെയാണ് പുതിയ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ ശക്തമായത്. രാമക്ഷേത്ര വിവാദവും പാർട്ടിയിലെ ചേരിപ്പോരും ഒരേ സമയം രാഷ്ട്രീയ ചർച്ചയാകുമ്പോൾ മഹാരാഷ്ട്രയിലെ ശിവസേന രാഷ്ട്രീയത്തിൽ കൂടുതൽ നിർണായക സംഭവങ്ങൾക്ക് വേദിയൊരുങ്ങുന്നതായാണ് സൂചന. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.